ഇപ്പോൾ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ ചക്ക വെച്ച് വളരെ എളുപ്പത്തിൽ 4 മണി ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ചക്ക കൂട്ടാൻ വെച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുത്തൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. വേവിച്ച് വെച്ച ചക്ക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കുട്ടികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾ എടുക്കാം. അത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി ജസ്റ്റ് അതൊന്ന് പരത്തി ഒരു റൗണ്ട് ഷേപ്പിലാക്കാം. ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് 4 മണിക്ക് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തൽക്കാലം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ആ സമയത്ത് പാത്രങ്ങൾ ഒരുപാട് അടുക്കളയിൽ പരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ പണിയെല്ലാം അപ്പം തന്നെ ചെയ്ത് വെച്ച്. ഈ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ചക്ക നമ്മൾ ആദ്യം വേവിച്ചതാണ്, അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചട്ടകം വെച്ച് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.